ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വ്ലോഗ് ബേ. സോ ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണ്. യാത്ര എന്ന് പറയുമ്പോൾ അധികം ദൂരമൊന്നുമില്ല, ആലപ്പിക്കാണ്, ചേർത്തലയാണ് എക്സാക്ട് പ്ലേസ്. സോ അവിടെ നമുക്കൊരു ഷൂട്ടുണ്ട്, ഗുച്ചിക്കും പിന്നെ നമുക്കൊക്കെ ഉള്ളൊരു ഷൂട്ടാണ്. സോ ഒരു ബ്രാൻഡായിട്ടുള്ളൊരു കൊളാബറേഷൻ ഷൂട്ടാണ്. അപ്പം നമുക്ക് ഗുച്ചിയും കൂടി ഉള്ളതുകൊണ്ട് കുറച്ച് ഒരു 6 hours പ്ലസ് ഉള്ളൊരു ഷൂട്ടും കൂടി ആയതുകൊണ്ട് നമ്മൾ വേണ്ട ഗുച്ചിയുടെ കുറച്ച് ഗ്രൂമിങ് ആക്സസറീസും പിന്നെ ഷൂട്ടൊക്കെ അല്ലേ, അപ്പോൾ കുറച്ച് മേക്കപ്പ് ഐറ്റംസ്, ഗുച്ചിയുടെ കുറച്ച് മേക്കപ്പ് ബ്യൂട്ടീഷ്യൻ പ്രൊഡക്ട്സൊക്കെ ഞാൻ എടുത്തു വയ്ക്കുകയാണ്. അതുപോലെ തന്നെ ഗുച്ചിക്കുള്ള ട്രീറ്റും പിന്നെ ഫുഡും ഓൾറെഡി അമ്മ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗുച്ചിക്ക് കൊടുക്കാനായിട്ട്. നമുക്കുള്ള ഫുഡ് അവിടെ ഓൾറെഡി അവർ അറേഞ്ച്ഡ് ആണ്. സോ ഗുച്ചിക്കുള്ള കുറച്ച് ട്രീറ്റ്സും പിന്നെ ഗുച്ചിയുടെ ബ്രഷസും ഗ്രൂമിങ് എല്ലാ സെറ്റും ഒക്കെ ആയിട്ട് നമ്മളിപ്പോൾ യാത്ര പോകാൻ പോവാണ്. അങ്ങനെ ഒരു 1 hour ജേർണി നമ്മളൊരു 1.5 hour കൊണ്ട് ഇവിടെ ഗൂഗിൾ മാപ്പ് വഴി തെറ്റിച്ചിട്ടാണെങ്കിലും കറക്റ്റ് ലൊക്കേഷനിൽ ലാസ്റ്റ് എത്തി. സോ ഇരവിമംഗലം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു തറവാടാണ്, പഴയൊരു തറവാടാണ്. നട്ട്മെഗ് വില്ല എന്നാണ് അൺവൈൻഡ് ആംബിയൻസിൽ ഈ ഒരു പ്രോപ്പർട്ടീൻ്റെ പേര്. സോ നല്ല അടിപൊളി ഔട്ട്ഡോർ ആംബിയൻസ് ഉള്ളൊരു പ്രോപ്പർട്ടിയാണ്. നമ്മൾ എത്തിയപ്പോൾ ഉച്ചയായി, ഒരു 11 മണിക്കായിരുന്നു ചെക്ക് ഇൻ പറഞ്ഞിരുന്നത്. പക്ഷെ നമ്മളൊരു 12-12:30 ആയി അവിടെ എത്തിയപ്പോൾ. ഓൾറെഡി അവിടെ വേറൊരു പെറ്റ് പാരൻസും ഒരു പെറ്റും ഉണ്ട് ഷൂട്ടിന് അലോങ് വിത്ത് ഗുച്ചി. സോ അവർ ഓൾറെഡി എത്തി. അവിടെ പിന്നെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തേക്കുമായിരുന്നു. അപ്പോൾ ക്രിസ്മസ് തീമാണ് നമ്മുടെ ഇന്നത്തെ ഷൂട്ടിൻ്റെ ഒരു തീം. അവരവിടെ അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടുത്തെ ഒരു ഏരിയയൊക്കെ എക്സ്പ്ലോർ ചെയ്യായിരുന്നു. ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ മാത്രം അവിടെ കുറേ ജാതി മരങ്ങൾ, അതാണ് നട്ട്മെഗ് വില്ല എന്ന് പേരിട്ടത്, ജാതിമരവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അവിടെ ഓൾറെഡി അവരുടെ ഫാമിലി താമസിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഏരിയ മാത്രമാണ് നമുക്ക് ഡ്രസ്സിങ് റൂമിന് അവർ വിട്ട് തന്നിരുന്നത്. സോ ആ ഏരിയ അവിടെ മാത്രമേ നമുക്ക് ഇൻഡോർ ആക്സസ് ഉള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് ഈ ഔട്ട്ഡോറിലാണ് ഷൂട്ടും കാര്യങ്ങളും. യൂഷ്വലി ഷൂട്ടിങ്ങിനാണ് ഈ ലൊക്കേഷൻസ് ആൾക്കാരും, ഷൂട്ടിങ് മാത്രമല്ല ഈ ഫോട്ടോഷൂട്ട്, അതുപോലെ ബർത്ത്ഡേ പാർട്ടീസ്, ഈ ബ്രൈഡൽ ഫങ്ഷൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ ബേബി ഷവേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ്. ഔട്ട്ഡോർ ആയതുകൊണ്ട് തന്നെ ഗുച്ചിക്കും അത്യാവശ്യം മറ്റുള്ള പെറ്റ്സിനൊക്കെ ഫ്രീ ആയിട്ട് നടക്കാനും പറ്റുന്നുണ്ടായിരുന്നു. ഇതാണ് നട്ട്മെഗ് വില്ലേൻ്റെ ഒരു ഹൈലൈറ്റ് പാർട്ട്. ഫുൾ ജാതി മരങ്ങളാണ്. ജാതിക്കൊക്കെ ഇങ്ങനെ ഒരുപാട് ഇതായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. സോ നമുക്ക് ഇവിടെ എത്തിയപ്പോഴും എന്താ പറയുക, നല്ലൊരു വെൽക്കം ഡ്രിങ്ക് കിട്ടിയിരുന്നത് ഈ ജാതിക്കയുടെ തന്നെ എന്തോ ഒരു ഡ്രിങ്കായിരുന്നു. നല്ലതായിരുന്നു, നല്ലൊരു റിഫ്രഷിങ് ഫീലുള്ളൊരു ഡ്രിങ്കായിരുന്നു. പിന്നെ ഇതാണ് നമ്മളുടെ വേറൊരു പെറ്റ്, ബബ്ലു ദ സോസേജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റാഗ്രാം ഹാൻഡിലുള്ളൊരു പെറ്റാണ്. ഇൻഡോർ ഒരു പഴയ അടിപൊളി ഒരു വൈബുള്ളൊരു ഏരിയ ആണ്. നമുക്ക് ഇൻഡോർ ഒന്നും വേറെ എക്സ്പ്ലോർ ചെയ്യാനൊന്നും നമുക്ക് പറ്റില്ല, കാരണം നമുക്ക് പ്രൊവൈഡ് ചെയ്തേക്കുന്ന ഏരിയ ഈ ഒരു ഡ്രസ്സിങ് റൂമും പിന്നെ ഈ ഒരു കോറിഡോറും ആണ്. സോ ഇതാണ് നമ്മുടെ ഡ്രസ്സിങ് റൂം, ഒരു പഴയൊരു തറവാട്ടിലെ ഒരു കുറ്റി റൂം പോലെ. ഇതാണ് നമ്മുടെ ബ്രാൻഡ്. ഈ ബ്രാൻഡായിട്ടാണ് നമ്മൾ കൊളാബ് ചെയ്യുന്നത്. ടൊറി ബോയിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പെറ്റ് പാരൻസിൻ്റെയും പെറ്റ്സിൻ്റെയും അപ്പാരൽ ഉള്ളൊരു ബ്രാൻഡാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഷൂട്ട് ഗുച്ചിക്ക് മാത്രമല്ല നമുക്കും ഉണ്ട്, പെറ്റ് പാരൻസും കൂടി ഇൻവോൾവ് ആയതുകൊണ്ട്. പിന്നെ ഇതാണ് ഇവിടെ താമസിക്കുന്ന ഫാമിലിയിലൊരു കുട്ടിയാണത്. ഇവിടെ വേറെയും 2-3 കുട്ടികളുണ്ട് ഫാമിലിയിൽ. പിന്നെ നമുക്ക് അധികം ഉള്ളിൽ പ്രൈവസി കൺസേൺസ് ഉള്ളതുകൊണ്ട് കാണിക്കാൻ പറ്റത്തില്ല. സോ ഇതാണ് വിശാഖിൻ്റെ കോസ്റ്റ്യൂം. അവരുടെ ഒരു യൂണിസെക്സ് ടീ ആണ് ക്രിസ്മസ് തീമിലുള്ളത്. ഗുച്ചിക്കൊരു ബന്ധാനയുണ്ട്. പിന്നെ ഇതാണ് എനിക്കുള്ള ക്രോപ്പ് ടോപ്പ്. എനിക്കൊരു ടീം കൂടി വരും ഇതുപോലെ. സോ എനിക്ക് 2 കോസ്റ്റ്യൂമുണ്ട്. സോ ഫസ്റ്റ് കോസ്റ്റ്യൂം ഈ ഒരു റെഡ് ക്രോപ്പ് ടീ ആണ്. ഓൾറെഡി അവിടെ വേറൊരു ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഗുച്ചിക്കുള്ള ബന്ധാന. അന്ന് 2 പ്രിൻ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഗുച്ചിക്ക് മാച്ചായിട്ടുള്ള ഒരെണ്ണം ചൂസ് ചെയ്തിട്ട് ഓൾറെഡി കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ പെറ്റ് സോഷ്യലൈസ് അല്ലാത്തതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ഷൂട്ടാണ് ആദ്യം നടത്തുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ ഷൂട്ടിന് നമ്മൾ കയറി. അപ്പോൾ ഞങ്ങൾ ആദ്യം ഒരു ഫാമിലി ഷൂട്ട് പോലെ, നമ്മുടെ ഫാമിലി ബോണ്ട് കാണിക്കുന്ന ഒരു ക്രിസ്മസ് തീമിലുള്ള ഒരു ഷൂട്ടാണ്. അപ്പോൾ ഗുച്ചീനെയൊക്കെ ഒന്ന് ആദ്യം കംഫർട്ടാക്കി കുറേ ഒരു വീഡിയോസ് ഉണ്ട്, റീൽസിനുള്ളതും ഉണ്ട്, സ്റ്റിൽസും ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചധികം നേരം നമുക്ക് നമ്മുടെ ഒരു സെഷൻ ഉണ്ടായിരുന്നു ഷൂട്ടിങ്ങിന്. പാവൻ്റെ കൊച്ച് അത്രയും നേരം
ഫുൾ കോപ്പറേറ്റീവായിട്ട് നിന്നു. ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല. ആൾ കുറച്ച് ടയേർഡായി ലാസ്റ്റ്. പക്ഷേ എന്നിരുന്നാൽ പോലും അത്യാവശ്യം നല്ല ഇതൊക്കെ മൊമെൻറ്റ്സ് കിട്ടി. കുറച്ച് നല്ല ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട്. എങ്ങനെ കാണിച്ചാലും ഇരുന്ന് വരും, പാവം. സോ ബന്ധാനെ എല്ലാം കാണണമല്ലോ. അപ്പോൾ കുറച്ച് ആൾ ഇച്ചിരി ടയേർഡായിട്ട് ഇങ്ങനെ കിടങ്ങുന്ന ടൈമിലൊക്കെ നമ്മൾ കൈ പിടിച്ചിട്ടായിരുന്നു കുറച്ചൊക്കെ ഷൂട്ട് ചെയ്തിരുന്നത്. ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ BTS ഷൂട്ട് ചെയ്യണ അമ്മയാണ്. ഞങ്ങളുടെ ഒപ്പം അമ്മയുണ്ടായിരുന്നു, ഞാനും അവനും കുച്ചി. ഗുച്ചിയുടെ ആദ്യത്തെ കൊളാബ് ഷൂട്ടാണിത്. അതായത് നമ്മൾ ഇതിനു മുമ്പ് ഒരു ഫാമിലി ഫോട്ടോഷൂട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു ബ്രാൻഡായിട്ട് ആദ്യമായിട്ടാണ് അസോസിയേറ്റ് ചെയ്ത് ചെയ്യുന്നത്. അപ്പോൾ ആളിപ്പോൾ ഒരു ഭയങ്കര പ്രോ ആയിട്ടിരിക്കുന്നത്. ഇടയ്ക്ക് മാത്രം ഒന്ന് ക്യാമറ കാണുമ്പോൾ ഒന്ന് പുറംതിരിഞ്ഞിരിക്കും. അത് അത്രയും ടയേർഡായതുകൊണ്ടാണ്. പക്ഷെ അപ്പം നമ്മളിങ്ങനെ പിടിച്ച് ഇരുത്തും, കണ്ടില്ലേ. എന്നാൽ പോലും ആൾ ഓവറോൾ ഭയങ്കര കാമായിരുന്നു. അത്രയ്ക്കും കാമായിട്ടുള്ള ഒരു പട്ടിക്കുട്ടി വേറെ ഉണ്ടാവില്ല എന്നൊന്നും ഞാൻ പറയില്ല. ഭയങ്കര കുറുമ്പിയാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ സ്ഥലത്ത് വരുമ്പോൾ ആൾ ഭയങ്കര പാവമാണ്. എല്ലാവരും വിചാരിക്കും ഭയങ്കര കാമാണെന്ന്. അല്ല, ഒരിക്കലുമില്ല. പിന്നെ ഞാൻ അധികം എക്സസറീസ് ഒന്നും എടുത്തില്ല. ഒരു സൺഗ്ലാസ് ഭാഗ്യത്തിന് ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നു, അവൻ മറന്നു. പക്ഷേ ഗുച്ചിക്കുള്ള സൺഗ്ലാസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഗുച്ചി അത് വെച്ചില്ലേലും, ഗുച്ചി കുറച്ച് നേരം അത് വെച്ചു, പക്ഷേ അപ്പോൾ തന്നെ തട്ടിക്കളഞ്ഞു. ഗുച്ചി അത് വെച്ചില്ലേലും അവനത് വെച്ച് കുറച്ച് സ്റ്റിൽസും വീഡിയോസും എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു ഫോട്ടോഗ്രാഫേഴ്സ്. ഞാൻ ആ ഗ്ലാസ് വയ്ക്കാൻ കൊണ്ടുവന്നത് ഗുച്ചിക്കാണെങ്കിലും വെച്ചത് ഫുള്ളും ഉപകാരപ്പെട്ടത് വിശാഖിനായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുഡൊക്കെ അവർ അറേഞ്ച്ഡായിരുന്നു. സോറി ഗൈസ്, ഞാൻ ഫുള്ളത് ഷൂട്ട് ചെയ്തില്ല. തുടക്കത്തിൽ എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഏകദേശം ഷൂട്ട് കഴിഞ്ഞ് ഇറങ്ങിയത്. അപ്പോൾ ഞാൻ ഫുൾ ഷൂട്ടൊന്നും ചെയ്തില്ല. അത്യാവശ്യം എല്ലാ ഐറ്റംസ് ഉണ്ടായിരുന്നു. ചോറ്, മീൻകറി, പിന്നെ ചിക്കൻ ഫ്രൈ, തോരൻ, അങ്ങനെ കുറേ ഐറ്റംസ്. എല്ലാ ഫുഡ് അടിപൊളിയായിരുന്നു. അവർ ഓൾറെഡി പുറത്തുനിന്ന് ഏൽപ്പിച്ചതായിരുന്നു, പക്ഷേ നല്ല ഫുഡായിരുന്നു അമ്മ ലാസ്റ്റ് കഴിക്കാനിരുന്നത്. അങ്ങനെ ഓൾമോസ്റ്റ് ഈവനിങ് ഒക്കെ ആയപ്പോൾ ഞങ്ങളുടെ സെക്കൻഡ് സെഷൻ ഫോട്ടോഷൂട്ടായി. ഗുച്ചിയുടെ ബന്ധന മാറ്റി ബോട്ടായി ആക്കി, ക്രിസ്മസ് തീമിലുള്ള ഒരു ബോട്ടായി. ഓൾറെഡി വേറെ പെറ്റിൻ്റെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ടാണ് നമ്മളങ്ങനെ ഓരോ സെഷൻ വൈസ് കയറുന്നത്. അത്രയും നേരം ആൾ നല്ല പോയിസായിട്ട് അവിടെ ബെഞ്ചിന്മേൽ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പക്ഷേ അങ്ങനെ കുറച്ച് സോളോ വീഡിയോ ഷൂട്ട്സും എല്ലാം ഉണ്ടായിരുന്നു. എന്തോ ആ ഗ്ലാസ് കൊടുത്തിട്ട് അവനാണ് യൂസ്ഫുള്ളായെന്ന് ഞാൻ പറഞ്ഞില്ലേ. അവനെ കുറച്ച് ഫോട്ടോഗ്രാഫേഴ്സിന് നന്നായി പിടിച്ചു എന്ന് തോന്നുന്നുണ്ട്. അവൻ്റെ കുറച്ച് സോളോ ഒക്കെ എടുപ്പിച്ചതുപോലെ. പിന്നെ ഈവനിങ് ആയപ്പോൾ നമുക്ക് കോഫിയും ബനാന ഫ്രിട്ടേഴ്സും ഉണ്ടായിരുന്നു. അടിപൊളി കോഫി ആൻഡ് അടിപൊളി പഴംപൊരി. ഇതായിരുന്നു എൻ്റെ സെക്കൻഡ് ഔട്ട്ഫിറ്റ്. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു യൂണിസെക്സ് വൈറ്റ് ടീഷർട്ടായിരുന്നു. ഞാനതധികം ഷൂട്ട് ചെയ്തില്ല. സോ ഓൾമോസ്റ്റ് നമ്മളുടെ സെക്കൻഡ് സെഷൻ ഫോട്ടോഷൂട്ട് കഴിഞ്ഞു. ഇനിയുള്ളതൊരു ഗ്രൂപ്പാണ്, നമ്മൾ 4 പേരും കൂടിയുള്ളൊരു ഗ്രൂപ്പ്. അതൊന്നും ഞാൻ എടുത്തില്ല ലാസ്റ്റായപ്പോൾ. നമ്മളെല്ലാവരും പെട്ടെന്ന് റാപ്പ് ചെയ്യാനുള്ള തിരക്കായി, ലൈറ്റും പോയി തുടങ്ങി. സോ യാ, ഓൾമോസ്റ്റ് ദിസ് ഈസ് ഓൾ അബൌട്ട് ദിസ് ബ്രാൻഡ് കൊളാബ് വി ഹാഡ്. ആൻഡ് താങ്ക് യു Gucci for the opportunity, and thank you to Reebok for this wonderful opportunity for us. So I'm almost wrap up ചെയ്യാണ്. ആൻഡ് ദിസ് ഇസ് ഓൾ അബൌട്ട് ടുഡേ. അപ്പോൾ ഒരു കുട്ടി വ്ളോഗായിരുന്നു. ആൻഡ് ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ്. ബൈ ബൈ.